തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഓരോ നാട്ടിലും പ്രാദേശിക വിഷയങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ടല്ലേ. നമ്മൾ കുറെ കാലമായിട്ട് ലോക്കൽ ഫോക്കസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പം നാട്ടിൽ എല്ലാ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ എല്ലാവർക്കും നല്ല ശ്രദ്ധയാണ്. ആലപ്പുഴ കൈതവനയിൽ റോഡില്ലെങ്കിൽ വോട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 2 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയ റോഡാണ് കേട്ടോ, ഇതുവരെ പൂർത്തിയായിട്ടില്ല. നാട്ടുകാരതുകൊണ്ട് വോട്ട് വേണമെങ്കിൽ റോഡ് നന്നാക്കാൻ പറഞ്ഞ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. റോഡില്ലെങ്കിൽ വോട്ടില്ല, എന്നു തീരും ഞങ്ങളുടെ ഈ ദുരിതം. ആലപ്പുഴ കൈതവന വാർഡിൽ നാട്ടുകാർ വെച്ചൊരു ബാനറാണിത്. ഞങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചിരിക്കുന്നു, വോട്ട് ചോദിച്ച് ആരും ഇതുവഴി വരണമെന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെ ഫോട്ടോ അടക്കം ഈ ബാനറിൽ വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. ബാൻ വെക്കാൻ കാരണം ഞങ്ങൾ ഈ റോഡിന്റെ അവസ്ഥ കൊണ്ട് മുട്ടി സകല അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടുന്നില്ല. അവസാന സായികെട്ട് ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആരും വോട്ടിന് വരണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എല്ലാ അധികൃതർക്കും ഞങ്ങൾ കൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഇപ്പൊ ചെയ്യുന്ന പറയുന്നത് അല്ലാണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ? ഇതിപ്പോ 2 വർഷം കഴിഞ്ഞ് 2 കൊല്ലത്തിന് മുകളിലായി 2 വർഷമായി ഇവിടെ നടക്കാൻ മേള 3 പ്രാവശ്യം വീണു. എന്റെ 7 നിങ്ങൾ കണ്ടു കാണും, നടന്നു വരുമ്പോ കണ്ടോ ഏന്തിയ വരുന്നത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച വരുമോ? വരത്തില്ല. പിന്നെ അവർ ഞങ്ങളെ പൊക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് പോകണം. എന്തുമാത്രം ചെരുപ്പാർ ഇവിടെ കിടക്കുന്നറിയാവോ? നടക്കുന്ന വഴി ഇതിനെ പൊട്ടുമ്പോൾ മാറ്റിയിടുക. ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? ഇന്നലെ എൻ്റെ കുഞ്ഞ് വന്നത്, എന്നെ കണ്ടുകൊണ്ട് വന്നതോ, ഓടിയെന്നല്ല, അവൻ നടന്നു വന്നതാ. ഞങ്ങളുടെ വീടിന്റെ നേരെ വാതിക്കെ കൊണ്ട് തട്ടിമറിഞ്ഞ് കുഞ്ഞിനെ കണ്ട ഈ ഒരു അവസ്ഥയിലായിരുന്നു. 2-2.5 വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ ആയിട്ട്. നമ്മൾ എത്ര പേരോട് പറയേണ്ട ഒരു കാര്യമില്ല. അവർ വന്ന് നന്നാക്കാന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യമില്ല. ആംബുലൻസ് പോലും വിളിച്ചാൽ വരത്തില്ല. കൗൺസിലറോട് പറഞ്ഞു, എല്ലാം പറഞ്ഞു മടുത്തു. എന്തിനായാലും ഓട്ടിയിട്ട് ഒരു കാര്യമില്ല. 10 വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ നടക്കുന്നു. 5 വർഷം ഇപ്പോഴത്തെ ആൾ ചെയ്ത് വന്നിട്ട് ഒന്നും ചെയ്യില്ല. അതിന് മുമ്പത്തെ 5 വർഷം വേറൊരാളായിരുന്നു, അയാളും ഒരു വോട്ടും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. സൈക്കിൾ ഉന്തിക്കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ, അല്ല ചവിട്ടി നമുക്ക് പോകാൻ പറ്റുക. ഇതാണ് അവസ്ഥ. റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പം തന്നെ പറഞ്ഞില്ല, ആ ഒരു കൊച്ച വീണ് ആ കൊച്ചൻ്റെ വിരിയെല്ലാം പൊട്ടി നാശമായി. ആരാ അതിന് ഉത്തരവാദി? വാർഡ് കൗൺസിലറെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ ഇവിടുത്തെ മറ്റുള്ളവരെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ നാട്ടുകാർ പ്രതികരിക്കാത്തതുള്ളൂ. അല്ലാതെ നമ്മളിത് പറയുന്നത്. നമുക്കിപ്പോൾ ഇപ്പോൾ കൗൺസിലർ സജേഷ് ചാക്കുപറമ്പിൽ ചേരുന്നുണ്ട്. സജേഷ് ചേട്ടാ, നാട്ടുകാർക്ക് വലിയ കലിപ്പിലാണ്. എന്താ റോഡിന് ശരിക്കും പ്രശ്നം? അതായത് രഞ്ജിത്ത് ബാബു എന്ന് പറയുന്ന കോൺട്രാക്ടർ ആലപ്പുഴ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വർക്ക് എടുക്കുകയും അദ്ദേഹം ആ വർക്ക് എഗ്രിമെന്റ് വെച്ച് ലോൺ എടുക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ പല വാർഡുകളിൽ വർക്ക് എടുത്ത് നമ്മളും അറിയുന്നില്ല. ഇദ്ദേഹം വർക്ക് എടുത്തിട്ട് പലതവണ ഈ വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ആലപ്പുഴ നഗരസഭയ്ക്ക് നമ്മൾ പല പ്രാവശ്യം കൊടുത്ത പരാതികളുടെ കോപ്പികളാണ്. അങ്ങനെ 9-10 ഇയാളെ കരിമ്പട്ടിയപ്പെടുത്താൻ തീരുമാനിച്ചു. നാട്ടുകാർ വോട്ട് ചെയ്യില്ല എന്നാണ് അവരുടെ ഒരു പ്രതിഷേധമായിട്ട് പറയുന്നത്. അതൊക്കെ എങ്ങനെ പരിഹരിക്കുന്നത്? തീർച്ചയായും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് വോട്ട് ബഹിഷ്കരിക്കുക. അവരുടെ കൂടെ ഒപ്പമാണ് അവരുടെ കൌൺസിലറായ ഞാനും. പക്ഷേ ഒരു കോൺട്രാക്ടർ വർക്കെടുത്ത് ചെയ്യാതെ വന്നാൽ വീണ്ടും അയാളെ മാറ്റണമെങ്കിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. ഇതാണ് ആലപ്പുഴ നഗരസഭ അദ്ദേഹത്തെ കരിമ്പെട്ടിയിൽപ്പെടുത്തുവാനും റീടെൻഡർ ചെയ്യാനും നഗരസഭ ഓർഡറാണ് ഈ കാണുന്നത്. എന്തായാലും നാട്ടുകാർ വലിയ കലിപ്പിലാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വേണ്ടില്ല, പൊളിച്ചിട്ട് റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. റിപ്പോർട്ടർ ആലപ്പുഴ.